പ്രിയപ്പെട്ട ബീവി, താങ്കൾ ഇതിൽ നിരപരാധിയാണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഞാൻ മാത്രം വിശ്വസിച്ചത് കൊണ്ടായില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കരുത്. നിങ്ങൾ ഇവിടെ നിന്ന് പോകണം. പ്രഭുവിൻ്റെ സംസാരം കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുറച്ച് സമയം ബീവി ഇരുന്നു. എന്നിട്ട് അവർ പ്രഭുവിനോട് പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദര, അങ്ങയുടെ ഈ സംസ്കാരത്തെ ഞാൻ ബഹുമാനിക്കുന്നു. ഇന്നുവരെ ഞാൻ കണ്ടുമുട്ടിയവരിൽ മനുഷ്യത്വമുള്ള ഒരാളായ അങ്ങയെ ഞാൻ ഒരു കാലത്തും മറക്കില്ല. ഇതുവരെ എനിക്കിവിടെ താമസിക്കാൻ അനുമതി തന്നത് തന്നെ അങ്ങയുടെ മഹാമനസ്കതയാണ്. ഇനിയും അങ്ങയെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പോവുകയാണ്. അതിനു മുൻപ് 2 സംസാരം കൂടി എനിക്ക് ബാക്കിയുണ്ട്. മരണക്കുഴിയിൽ നിന്ന് കരകയറ്റി അങ്ങ് എന്നെ ഇവിടെ കൊണ്ടുവന്നു, വേണ്ട വിധം ശുശ്രൂഷിച്ചു, സൽക്കരിച്ചു.